പാരിജാതപ്പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. നീ എന്റേത് മാത്രമാണ്. എന്താ മീന, ഉറങ്ങിയില്ലേ? ഉറങ്ങിയായിരുന്നു. രാജു ഇപ്പൊ എന്ത് ചെയ്യാ? കൊള്ളാം, പാതിരാത്രി കിടന്നുറങ്ങിയിരുന്ന എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് എന്ത് ചെയ്യുവാന്നോ? അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരനായിരുന്നോ? ഞാനൊന്ന് പറയട്ടെ. ആ, സ്വപ്നം കാണുന്ന പ്രായോടി പെണ്ണേത്, അതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ സുന്ദരനായിരുന്നോ? പിന്നെ പരമസുന്ദരനായിരുന്നു. 2 കൊമ്പും പിന്നെ ഒരു വാലും ഉണ്ടായിരുന്നു. കിടന്നുറങ്ങിക്കോ. ഒന്ന് പോടി. ഗുഡ് നൈറ്റ്. ഈ പെണ്ണിന് വട്ടം. പാരിജാതപ്പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. പഞ്ചമി ചന്ദ്രന്റെ ശൃംഗാര രാഗത്തിൽ പനിമതി പുൽകുവാൻ മനസ്സും തുറന്നു. പാരിജാതപ്പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. തഴുകിയുണർത്തും ഞാൻ അഴകേ നിന്നുടൽ വസന്തം നിറയുമാ ചഷകം നുകരുവാ. തഴുകിയുണർത്തും ഞാൻ അഴകേ നിന്നുടൽ വസന്തം നിറയുമാ ചഷകം നുകരുവാ. മരതകമണിയറയും ഒരുക്കി പ്രേമശില്പമേ നീ അണഞ്ഞു. മരതകമണിയറയും ഒരുക്കി പ്രേമശില്പമേ നീ അണഞ്ഞത്. മോഹശില്പിയായി ഞാൻ അലിഞ്ഞു. ജീവന്റെ നിർവൃതിയിൽ വിടർന്നു പാരിജാത
പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. കാട്ടുപൂഞ്ചോലയിൽ നീരാടി നീ നിൽക്കവേ വെണ്ണിലെ ദേവനും നിന്നെ മോഹിച്ചുവോ. കാട്ടുപൂഞ്ചോലയിൽ നീരാടി നീ നിൽക്കവേ വെണ്ണിലെ ദേവനും നിന്നെ മോഹിച്ചുവോ. അലകൾ നിന്മാറി നൃത്തം വയ്ക്കവേ ഉടവയായി നദി നിന്നെ മൂടിയോ. അലകൾ നിന്മാറി നൃത്തം വയ്ക്കവേ ഉടവയായി നദി നിന്നെ മൂടിയോ. ആദിതാളങ്ങളിൽ മോഹമായ ഇന്ദ്രിയങ്ങളിൽ നാം പടരുമ്പോൾ പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. പഞ്ചമി ചന്ദ്രന്റെ ശൃംഗാരരാഗത്തിൽ പനിമതി പുൽകുവാൻ മനസ്സും തുറന്നുവോ. മോനെ ബെന്നി, ഇവരെന്തൊക്കെയാടാ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് മമ്മിക്ക് പേടിയാവുന്നടാ. തിരുമേനി ഇയാള് പറയുന്ന വല്ലതും വിശ്വസിക്കാമോ? കണ്ട ഒരു വട്ടന്റെ ലുക്കുണ്ട്. മിസ്റ്റർ റോയ്, റൊമേനിയ. ഓ, ഡ്രാക്കുള, ബ്രാൻഡ് കാസിൽ, വാനിഷ്. You don't worry, we will find him. Come on, your grace, please. Come on. മിസ്റ്റർ ബെന്നി, റൊമേനിയൻ ബിഷപ്പ്മാരാണിവർ. ഇവർ പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത്തരം കഥകളൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ കുട്ടികളൊന്നുമല്ലല്ലോ ഡോക്ടർ പോൾ റോബിൻസൺ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് ആരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും? കഴിഞ്ഞ 25 വർഷമായി റൊമേനിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ് ഞാൻ. അവിടുത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസികളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ ഡ്രാക്കുള എന്ന വാമ്പയർ ഒരു പ്രേതകഥ എന്ന പോലെ ഒരു ശാസ്ത്ര സത്യവുമാ ബെന്നി. ഇത്തരം മനുഷ്യരക്തം കുടിക്കുന്ന ജീവികളെ സയന്റിഫിക്കായി തന്നെ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ഈ വാമ്പയർ സ്പീഷീസിൽപ്പെട്ട ഭീകര ജീവികളുടെ രാജാവാണ് ഡ്രാക്കുള. We were on the way to Sri Lanka to attend our annual meeting, but we got down here to share our vital information. Our prediction was 100% right. Dracula killed Mr. Roy Thomas in Romania and got into his body, later escaping to India. Maybe true. കടൽ കടന്ന് ഞാനിവിടെ എത്തിയത് നിന്നെ കാണാനാണ്. നിന്നെ മാത്രം. You're my prince. I know you very well. You're my prince. You're my prince. I know you.
മീന എന്താ എന്താ നീ ശബ്ദം വെച്ചത്? ശബ്ദം വെച്ചെന്നോ? ഒന്നുമില്ല. ഞാൻ കേട്ടല്ലോ. അത് ഞാനെന്തോ ദുസ്വപ്നം കണ്ടു, അതായിരിക്കും. പഠിത്തമൊന്നും പറഞ്ഞിപ്പം അമ്പലത്തിലും പോകത്തില്ല, മന്ത്രജപങ്ങളും ഇല്ല. നാളെ തന്നെ ഒരു ചരട് ജപിച്ച് കെട്ടിത്തരാം. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. എനിക്ക് പേടി തോന്നുന്നു. ചേച്ചിയോട് ഇന്ന് എൻ്റെ കൂടെ കിടക്കോ? വലിയ ഡോക്ടറാ, പേടിത്തൊണ്ടി. സില്ലി ഗേൾ. രാജു വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ദേ വന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്. അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ട് രാവിലെ പ്രഭാത പൂജകളെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അമ്മാവനെപ്പോഴാ തിരിച്ചു വരിക? കാശിയിൽ നിന്നും ബദ്രിനാഥിൽ കൂടെ പോയിട്ടേ വരികയുള്ളെന്നാ പറഞ്ഞത്. എന്തേ, വിശേഷം വല്ലതുണ്ടോ രാജു? ഞാനൊരു വില്യം ഡിസൂസ് സാറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ ഉവ്വ്. രാജുവിനെ വിദേശത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഫസർ അല്ലേ? അതെ, അദ്ദേഹത്തിന് താരചേച്ചി ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. എന്നെ പരിചയപ്പെടണോന്നോ? അതെന്തിനാ? അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും കൾച്ചറിനെ പറ്റിയും ഒക്കെ എന്തോ സംസാരിക്കാനാ. ഇന്ത്യക്കാരനാണെങ്കിലും പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നൊക്കെ വിദേശത്താണല്ലോ. വിദേശ പഠനമൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്കൊന്നും പോവാതെ മന്ത്രവും തന്ത്രവും യോഗയൊക്കെ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളെന്ന് കേട്ടപ്പോ ആ സാറിനെ പരിചയപ്പെട്ടേ പറ്റുള്ളൂ നിർബന്ധം. താരചേച്ചിയെ പറ്റി ഒത്തിരി ചോദിച്ചു. നീ അങ്ങേരെ മണിയടിക്കുന്നത് നിനക്ക് വിദേശത്ത് പോകാനല്ലേ? ഇനി 3 ദിവസത്തെ പൂജയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് വരാൻ പറയും. അദ്ദേഹം എവിടെയാ താമസിക്കുന്നേ? കൊറേ ദൂരെയാ. നാൽപ്പാട്ട് അനന്തങ്കം അമ്പലത്തിനടുത്തുള്ള വീടാ. ആഹാ, ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോകുന്നതല്ലേ. VIP ഞാൻ അങ്ങോട്ട് പോയി കാണാം. പോരെ? ആ പ്രാന്തൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് എന്തെല്ലാം നിന്നോട് പറഞ്ഞത്? ഞാൻ കാണുന്ന സ്വപ്നവും അയാളുടെ മാസ്റ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സിന്ധു? നിനക്ക് വട്ടി പിടിച്ചോ? നീ കാണുന്ന സ്വപ്നവും ആ പ്രാന്തം പറയുന്ന തമ്മിൽ എന്ത് ബന്ധം? എനിക്കിങ്ങനെ ഒരു സ്വപ്നം കണ്ട് സൂഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. മോളെന്നെ തിരക്കി വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നലെ ഒന്നുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോ മോളെ കൂട്ടുകാരികളെല്ലാം കൂടെ എന്നെ പിടിച്ച് പുറത്താക്കി. സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ ഈ ജീവൻ വരെ തരും. കാരണം നീ എന്റെ മാസ്റ്ററുടെ പെണ്ണ. മാസ്റ്റർ, നീ എന്നെ മുന്നിലേക്കൊന്നു വരൂ. എന്റെ ആ മനോഹര രൂപം ഞാനൊന്ന് കാണട്ടെ. ഞാൻ കാത്തിരിക്കുകയാണ് മരണമില്ലാത്ത ലോകത്തിലേക്ക്. എന്നെ ഒന്ന് കൊണ്ടുപോകൂ. ഈ സുന്ദരിയെ നീ കൊണ്ടുപോകാൻ പോന്ന പോലെ. നിങ്ങൾ എന്തൊക്കെയാ പുലമ്പുന്നത്? ഇവിടെ ആര് കൊണ്ടുപോകാൻ പോകുന്നു പറയുന്നത്? എന്റെ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അദ്ദേഹം കൊണ്ടുപോകും ഇവിടെ. He will take her in the undead world. ഓടിക്കോ, ഓടിക്കോ. എവിടെ ഓടിപ്പോയാലും എന്റെ മാസ്റ്റർ നിന്നെ കണ്ടെത്തും, കൂട്ടിക്കൊണ്ടുപോകും. Yeah.